2008 മുതൽ ഷെയ്ഖ് ഹസീന ഭരിച്ച 17 വർഷക്കാലം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഊഷ്മളമാണ്. അതിർത്തി, നദീജല പ്രശ്നം എന്നിവയിൽ ധാരണ, റെയിൽ റോഡ് നിർമ്മാണത്തിലും ഊർജ മേഖലയിലും സഹകരണം. ഇതിനെല്ലാം അപ്പുറം അതിർത്തിയിൽ സജീവമായിരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായത് ഷെയ്ഖ് ഹസീനയുടെ കാലത്താണ്. ജനാധിപത്യ വിരുദ്ധ ഇടപെടലാണ് ഷെയ്ഖ് ഹസീന നടത്തുന്നത് എന്ന് അടുത്ത കാലത്ത് അതിശക്തമായ വിമർശനങ്ങൾ ഉയർന്നപ്പോഴും ഇന്ത്യ ഹസീനയ്ക്കൊപ്പം നിന്നു. ഹസീനയ്ക്ക് പകരം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിൽ വരാൻ സാധ്യത. എന്നാൽ ഇന്ത്യക്ക് BNPയുമായി നല്ല ബന്ധമല്ല. ഉൾഫ തീവ്രവാദികളെ നേരിടാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് നേരത്തെ BNP പിന്തുണ നൽകിയിരുന്നില്ല. മാത്രമല്ല, പാകിസ്ഥാനെയും ചൈനയെയും സൗഹൃദത്തോടെ കാണുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഇന്ത്യയെ സംശയദൃഷ്ടിയോടെ കാണുന്നുവെന്നതും പ്രശ്നമാണ്. നേരത്തെ പല തീവ്രവാദ സംഘടനകളുമായും സഹകരിച്ച് പ്രവർത്തിച്ച ചരിത്രവും BNPക്കുണ്ട്. ബംഗ്ലാദേശിൽ ഇന്ത്യ ലക്ഷ്യമിടുന്ന സാമ്പത്തിക പദ്ധതികൾക്കും തിരിച്ചടിയേൽക്കും. അതിർത്തി കേന്ദ്രീകരിച്ച് വീണ്ടും ഭീകരവാദം ശക്തിപ്പെട്ടാൽ പാകിസ്ഥാൻ, ചൈന, മ്യാൻമർ അതിർത്തികളിൽ വലിയ തോതിൽ സൈന്യത്തെ വിന്യസിച്ച ഇന്ത്യക്ക് ബംഗ്ലാദേശ് അതിർത്തി കൂടി പ്രതിസന്ധി സൃഷ്ടിക്കാനിടയുണ്ട്. ശ്രീലങ്ക, മാലിദ്വീപ്, മ്യാൻമർ തുടങ്ങി അയൽരാജ്യങ്ങളുമായുള്ള ബന്ധത്തിലെല്ലാം ഇന്ത്യ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അടുത്ത സുഹൃത്തായ ബംഗ്ലാദേശിലും പ്രതിസന്ധി വളർന്നത് എന്നത് ഇന്ത്യയെ ബാധിക്കും. ജനപ്രീതി നഷ്ടപ്പെട്ട ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നതും ഇന്ത്യ വിശദീകരിക്കാൻ പാടുപെടും. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.